എല്ലാവർക്കും കാണാനുള്ള അവസരം ഉണ്ടാവും. I think they should make noise. I am excited. I am making noise. So you guys should also make noise. That's what we are here for. Yes, that's the spirit. Yes, Dance Academy ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഇപ്പം. മുടിയൊക്കെ ശരിയാക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യനും ഒരു റിക്വസ്റ്റും ഉണ്ട്. ഓക്കെ, ക്വസ്റ്റ്യങ്ങളാണ്. അതായത് ഇപ്പം പുറം രാജ്യത്തൊക്കെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ബാറ്റ്മാൻ സൂപ്പർമാൻ അങ്ങനെ കിട്ടും. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ആദ്യമായിട്ട് സൂപ്പർ ഹീറോ പടങ്ങൾ നമ്മുടെ ടോയ്റ്റാണ്. റിയൽ ലൈഫിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഫിക്ഷണൽ ക്യാരക്ടർ ആയിട്ട് നമുക്ക് സൂപ്പർ പവർ കിട്ടാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ ഏതായിരിക്കും സൂപ്പർ പവർ? അതേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം സൂപ്പർമാൻ ആവണം എന്നുള്ളതായിരുന്നു. ഞാൻ കുറച്ചായിരുന്നു അതായിരുന്നു നമുക്കറിയാവുന്ന ഒരു സൂപ്പർ ഹീറോ ആ സമയത്ത്. ഇപ്പൊ ഈ മാർവലിലേക്ക് നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് സൂപ്പർമാൻ ആവണം എന്നായിരുന്നു ചെറുപ്പത്തിൽ എന്റെ ആഗ്രഹം. ഞാൻ കുറെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഉറക്കത്തിലും ഉണർന്നിരുന്നും ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. പറക്കുന്നതും അങ്ങനെ എന്തെങ്കിലും വലിയൊരു അപകടത്തിൽ നിന്ന് ആളുകളെ മുഴുവൻ രക്ഷിച്ചിട്ട് സ്ലോ മോഷനിൽ തിരിഞ്ഞു നോക്കി നടന്നു പോകുന്നു ഒക്കെ ഞാൻ കുറെ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ റിയാലിറ്റിയിൽ അത് സംഭവിക്കില്ല എന്ന് മനസ്സിലായപ്പോ എന്റെ അടുത്ത ബെസ്റ്റ് ഓപ്ഷൻ സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഏതെങ്കിലും സിനിമയിലെങ്കിലും സൂപ്പർ ഹീറോ അഭിനയിക്കാൻ പറ്റും. പിന്നെ റുബിക്സ് ക്യൂബ്സ് വെച്ചിട്ട് ഇതുപോലൊരു പിക്ചർ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു ഈ ചെറിയ കുട്ടി. എല്ലാവരും കൈയ്യടി കൊടുത്തേ ഗൈസ്. മുഹമ്മദ് ഇസാനാണ് ഈ ഒരു റുബിക്സ് ക്യൂബ് പിക്ചർ വെച്ചിട്ട്. ഇവിടെ ഉണ്ട് പെൻ മാർക്കർ ഫോർ യു. ഇസാനല്ലേ പേര്? ഇസാൻ